നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 25,227 58 പോയിൻ്റ് നഷ്ടത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 82,327 ക്ലോസ് ചെയ്തു. 173 പോയിൻ്റ് നഷ്ടമാണ്. ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 56,625 ക്ലോസ് ചെയ്തത്. PSU ബാങ്ക്സ്, റീറ്റെയിൽ, ഫാർമ, ഓട്ടോ, FMCG സെഗ്മെൻ്റ് എല്ലാം പോസിറ്റീവിലായപ്പോൾ IT, മെറ്റൽ എന്നിവ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് പോസിറ്റീവിലും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നെഗറ്റീവിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ട്രൂത്ത് സോഷ്യലിൽ ഒരു ട്വീറ്റ് വന്നിരുന്നു. പ്രധാനമായും ചൈനയ്ക്കെതിരെ ഏതാണ്ട് 100% താരിഫ് ചുമത്തുന്നു എന്നായിരുന്നു വാർത്ത. അത് ബുധനാഴ്ച റെയർ എർത്ത് മെറ്റൽസിനെല്ലാം ചൈന ചില നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നതിന് വാർത്തയെ തുടർന്നാണ് ട്രംപ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത്. അതിനുശേഷം ഞായറാഴ്ച ചൈനയുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള തരത്തിലൊരു മറ്റൊരു കമൻറ്റും വന്നിരുന്നു. ഇതേ തുടർന്ന് വെള്ളിയാഴ്ച വളരെ മോശമായ രീതിയിൽ, അതായത് വളരെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്ന US വിപണികളെല്ലാം ഇന്ന് രാവിലെ അവരുടെ ഫ്യൂച്ചേഴ്സ് എല്ലാം അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകളും ഇന്ത്യൻ വിപണി ഉൾപ്പെടെ എല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഒരവസരത്തിൽ GNX നിഫ്റ്റി 200ഓളം പോയിൻറ്റ് മൈനസിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. അത് ഇന്ന് ഏതാണ്ട് 100ഓളം പോയിൻറ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. അവിടുന്ന് തിരിച്ചു കയറിയാണ് 88 പോയിൻറ്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ വന്നിരുന്ന പ്രധാനപ്പെട്ട ഡേറ്റ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ ആയിരുന്നു. 1.54% ആണ് വന്നത്. ഏതാണ്ട് 8 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഡേറ്റയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഗാസ സമാധാന കരാറിനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ മാർക്കറ്റിൽ അല്പം പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിച്ചെങ്കിൽ പോലും US ചൈന ടെൻഷനും അതുപോലെ തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധം കൂടുതൽ മൂർച്ഛിക്കുന്നു എന്നുള്ള ലക്ഷണവും മാർക്കറ്റിനെ വീണ്ടും ഒരു നെഗറ്റീവിലേക്ക് എത്തിക്കുന്നുണ്ട്. അമേരിക്ക കൂടുതൽ മിസൈൽ ഉക്രൈന് നൽകും, അങ്ങനെ നൽകിയാൽ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു കമൻറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ചിരിക്കും വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ IMF, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നിവയൊക്കെ AI മേഖലയിൽ ഒരു ബൂം ഉണ്ടായതിനെ ഒരു വാണിംഗ് ആയിട്ട് കാണണം എന്ന തരത്തിലുള്ള ഒരു കമൻറ്റും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇപ്പോൾ അടുത്ത ദിവസം ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ വ്യാപാര തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതുപോലെ മറ്റൊരു യുദ്ധം അഫ്ഗാൻ പാകിസ്ഥാൻ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗോൾഡ് ഈ അൺസർട്ടനിറ്റിയിൽ വീണ്ടും ഹൈയിലേക്ക് $4,000 മുകളിലേക്ക് ട്രേഡ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മാർക്കറ്റ് വീണ്ടും ന്യൂസിന് പുറകെയാണ് പോകുന്നത്. ടെക്നിക്കലി മാർക്കറ്റ് അല്പം ബുള്ളിഷായി കണ്ടെങ്കിൽ പോലും ന്യൂസ് മാർക്കറ്റിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.